കഴിഞ്ഞ ദിവസം ദീപാവലിയായിരുന്നു. ഈ ദീപാവലി ദിവസത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കത്തിൻ്റെ ഉള്ളടക്കമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളും നമ്മുടെ രാജ്യവും പ്രധാനമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കത്തിൽ പറയുന്നത്? ഈ കത്ത് സാധാരണ നരേന്ദ്രമോദി പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം വെറുതെ പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. കാരണം ദേശീയത അത്രയധികം ത്രസിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴിതാ ദീപാവലിയുടെ ശുഭകരമായ അവസരത്തിൽ മോദി രാജ്യവാസികൾക്ക് തൻ്റെ ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊണ്ട് എഴുതിയ ഈ കത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പരാമർശമുണ്ട്. അതിൽ ദേശീയ നേട്ടങ്ങളുണ്ട്, സാമ്പത്തിക പുരോഗതിയുണ്ട്, പൗരന്മാരുടെ കടമകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ മഹത്തായ നിർമ്മാണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ദീപാവലിയാണിത്. ഭഗവാൻ ശ്രീരാമൻ നമുക്ക് മതത്തെ പിന്തുടരാനും അനീതിക്കെതിരെ പോരാടാനും ധൈര്യം തന്നു. ഇതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ കണ്ടു. അതായത് അനീതിക്ക് പ്രതികാരം ചെയ്ത ഓപ്പറേഷൻ സിന്ദൂറിലാണ് ഇത് കാണപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി കത്തിൽ എഴുതി. രാജ്യത്തിൻ്റെ മറ്റ് പ്രധാന നേട്ടങ്ങളും പ്രധാനമന്ത്രി ഈ കത്തിൽ എടുത്തു പറഞ്ഞു. അടുത്തിടെ നിരവധി ആളുകൾ ആക്രമണത്തിൻ്റെ പാത ഉപേക്ഷിച്ച് വികസനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഭരണഘടനയിൽ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തിൻ്റെ ഒരു പ്രധാന നേട്ടമാണ്. ഈ നേട്ടങ്ങൾക്കിടയിൽ നവരാത്രിയുടെ ആദ്യ ദിവസം കുറഞ്ഞ GST നിരക്കുകൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ അടുത്ത തലമുറ പരിഷ്കാരങ്ങൾക്ക് രാജ്യം തുടക്കം കുറിച്ചു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വികസിത ഇന്ത്യക്ക് പൗരന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഈ കത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയെ ഊന്നി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മോദി എഴുതുന്നത്, ഒന്നിലധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ലോകത്ത് ഇന്ത്യ സ്ഥിരതയുടെയും പ്രതിരോധശേഷിയുടെയും പ്രതീകമായി ഉയർന്നു വന്നിട്ടുണ്ട്. സമീപഭാവിയിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകാനുള്ള പാതയിലാണ് ഇന്ത്യ. വികസിതവും സ്വാശ്രയമായ ഇന്ത്യയിലേക്കുള്ള ഈ യാത്രയിൽ പൗരന്മാരുടെ പ്രാഥമിക ഉത്തരവാദിത്തം രാഷ്ട്രത്തോടുള്ള കടമ നിറവേറ്റുക എന്നതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോരാത്തതിന് സ്വദേശി സ്വീകരിക്കാനും ആരോഗ്യം നിലനിർത്താനുമാണ് പ്രധാനമന്ത്രി പറയുന്നത്. സ്വദേശി സ്വീകരിക്കാൻ തൻ്റെ കത്തിൽ ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയം പ്രോത്സാഹിപ്പിക്കാനും എല്ലാ ഭാഷകളെയും ബഹുമാനിക്കാനും ശുചിത്വം പാലിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതിനായി യോഗ സ്വീകരിക്കാൻ അദ്ദേഹം പറഞ്ഞു. കൂടാതെ എണ്ണ ഉപഭോഗം 10% കുറയ്ക്കാനും അദ്ദേഹം രാജ്യവാസികളോട് നിർദ്ദേശിച്ചു. ഈ ശ്രമങ്ങളെല്ലാം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രത്തിലേക്ക് വേഗത്തിൽ കൊണ്ടുപോകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.